മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം 7ാം വാർഡിൽ യുഡിഎഫിന് വിജയം. യുഡിഎഫ് സ്ഥാനാർത്ഥി കൊരമ്പേൽ സുബൈദയാണ് 222 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. പോൾ ചെയ്ത 800 വോട്ടിൽ യുഡിഎഫിന് 501 വോട്ട് നേടിയപ്പോൾ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സെബിനയ്ക്ക് 279 വോട്ട് ലഭിച്ചു. എൻഡിഎ സ്ഥാനാർത്ഥി അനിത 14ഉം സ്വതന്ത്ര സ്ഥാനാർത്ഥി സെബിന 6 വോട്ടും നേടി. പോളിംഗ് സ്റ്റേഷനായ കാരപ്പുറം ക്രസന്റ് UP സ്കൂളിൽ തന്നെയായിരുന്നു വോട്ടെണ്ണൽ. രാവിലെ 10-ന് വോട്ടെണ്ണൽ ആരംഭിച്ചയുടൻ തന്നെ ഫലവും പുറത്തുവന്നു. യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന വട്ടത്ത് ഹസീനയുടെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ 3 ദിവസം മുൻപായിരുന്നു സ്ഥാനാർത്ഥിയുടെ മരണം. ഇതോടെ മൂത്തേടം പഞ്ചായത്തിൽ യുഡിഎഫിന് 17 അംഗങ്ങളായി. ആകെയുള്ളത് 18 വാർഡുകളിൽ ഒരു വാർഡിൽ മാത്രമാണ് എൽഡിഎഫ് വിജയിച്ചത്. പായിമ്പാടം വാർഡിൽ നേരത്തെ തന്നെ ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളുടെ വോട്ടെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച ലീഡുകളേക്കാൾ 50ഓളം വോട്ടുകൾ കുറവാണ് വാർഡ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. നിലമ്പൂർ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ജസ്മൽ പുതിയറയ്ക്ക് 271 വോട്ടും വഴിക്കടവ് ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി NA കരീമിന് 274 വോട്ടുമാണ് പായിമ്പാടം വാർഡിൽ നിന്നും ലഭിച്ചിരുന്നത്. ഫലപ്രഖ്യാപനത്തിന് ശേഷം യുഡിഎഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥിയെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് ആഹ്ലാദ പ്രകടനവും നടത്തി. ഇടത് സർക്കാരിനെതിരെയുള്ള ജനവിധിയാണ് ഈ ഫലമെന്ന് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇസ്മായിൽ മൂത്തേടം പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ആകസ്മികമായുണ്ടായ മരണത്തിൽ അതിലുണ്ടായ സ്ഥാനാർത്ഥി വട്ടത്ത് ഹസീനയുടെ ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 7ാം വാർഡിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കൊരമ്പേൽ സുബൈദ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. ഈ വിജയം ഈ സർക്കാരിനെതിരെയുള്ള വികാരമായി ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ വികാരമാണ് വലിയ ഭൂരിപക്ഷത്തിന് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ വിജയം ഞങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. ജനങ്ങളെ കൂടെ നിന്നുകൊണ്ട് അടുത്ത 5 വർഷക്കാലം പഞ്ചായത്തിലെ കിട്ടാവുന്ന പരമാവധി വികസനങ്ങൾ കൊണ്ടുവരാനും 7ാം വാർഡിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കാനും. ന്യൂസ് നൗ മൂത്തേടം.